Hi guys, welcome to my YouTube channel. It's me Rekma. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് വാദി അൽ ഹൊക്കൈനിൽ പോവുകയാണ്. ഇവിടെ ലീവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നോമ്പ് പെരുന്നാളിൻ്റെ ഈദ് പ്രമാണിച്ചുള്ള ലീവാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ അൽ ഹൊക്കൈൻ ഇതാ നമ്മുടെ ജൂലിക്കുട്ടി കൂടി ഉണ്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ. ജൂലി വീഡിയോ നോക്കിക്കേ. അപ്പം നമ്മളിതാ ഈവനിങ് ആണ് പോകുന്നത്. അതാവുമ്പോൾ ഒത്തിരി വെയിലൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈവനിങ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഉണ്ടാകുമോ എന്നൊക്കെ ഡൗട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. എങ്കിലും ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ പിന്നെയും വന്നിരിക്കുന്നത്. ചില സമയം ആൾക്കാർ കൂടുതലായിരിക്കും, കാരണം ഈദിൻ്റെ സമയത്താണ് നമ്മൾ പോകുന്നത്. ജൂലി എവിടെ പോന്നേ? അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ആൾക്കാർ കുറവാണ്. അപ്പോൾ വെള്ളവും കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇതിന് താഴേക്കുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുളിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവർ ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വെള്ളം മുകളിലേക്ക് വെള്ളം കുറവുമാണ്, നല്ല വെള്ളച്ചാട്ടമൊന്നും തവണയില്ല. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോയി അവിടെ ആകുമ്പം വെള്ളച്ചാട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ അത്യാവശ്യം കുളിക്കാനുള്ള വെള്ളം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനു മുമ്പും നമ്മൾ പല തവണയായിട്ട് ഈ അൽ ഹൊക്കൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോൾ അത് വേറൊരു വൈബാണല്ലോ, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെയും വരുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ കുട്ടിയൊക്കെ കളിക്കേണ്ട ഒരു പ്ലേ ഏരിയ പോലെയൊക്കെ ഉണ്ട്. ആദ്യം ഞങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടിയൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റേ വാദിയിൽ നിന്ന് അൽ ഹൊക്കൈൻ വാദിയിൽ നിന്ന് തന്നെ നമ്മളിങ്ങോട്ട് തിരിച്ച് കുറച്ച് മുന്നോട്ടേക്ക് വന്നു. കാരണം അവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഉള്ള വെള്ളത്തിൽ അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു. താഴേക്കൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വാദിയിൽ നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ കിച്ചൂസ് ഇതാ സ്ലൈഡും കാര്യങ്ങളൊക്കെ കണ്ട ഉടനെ തന്നെ നേരെ ഓടിപ്പോയിട്ട് അതിൽ കയറാനാണ് പോകുന്നത്. പിന്നെ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ തന്നെ, ചെറിയൊരു പച്ചപ്പൊക്കെ ആയിട്ട്. ആദ്യം ഞങ്ങൾ വരുന്ന സമയത്ത് ഇക്കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സംഭവമൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്യേണ്ട സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വളരെ കുറവാണ് ഇത്തവണ. എങ്കിലും നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അത്യാവശ്യം വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ കുളിക്കേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. അപ്പം നമ്മൾ വിചാരിച്ച് നമ്മൾ മാത്രമായിട്ട് ഒരു ഏരിയയിൽ പോയിട്ട് അവിടെ നിന്ന് സ്വിം ചെയ്യാനും കളിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ കല്ല് ഭയങ്കര ഹാർഡായിട്ടുള്ളതാണ്, ചെരുപ്പില്ലാതെ ഒട്ടും തന്നെ നടക്കാൻ പറ്റുകയില്ല. നല്ല വലിയ വലിയ പാറക്കല്ലുകളാണ്. അപ്പോൾ പിന്നെ നല്ല രസമുണ്ട് പക്ഷേ എങ്കിൽ കാണാൻ തന്നെ. അപ്പം നമ്മൾ പയ്യെ ഓരോരുത്തരായിട്ട് നടന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ജൂലിക്കുട്ടീൻ്റെയും ഞാൻ നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇതാ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് കുറച്ച് വെള്ളമൊക്കെ കണ്ടത് ജൂലിക്കുട്ടി നല്ലപോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ചെറിയൊരു ഓവ് ചാല് പോലെ ഉണ്ടായിരുന്നു, അതിൽ കൂടി തന്നെ വെള്ളം വരുന്നുണ്ടായിരുന്നു. നല്ല ശക്തമായിട്ടുള്ള വെള്ളമൊന്നുമല്ല. അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് നല്ല അത്യാവശ്യം ആഴത്തിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഓരോരുത്തരായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷമാണിനൊക്കെ നീന്താൻ തുടങ്ങി. പിന്നെ ജൂലിക്കുട്ടീനെ നമ്മൾ കരയിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അവൾ നല്ലപോലെ ആസ്വദിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും തന്നെ ഇറങ്ങി. പക്ഷേ എനിക്ക് സ്വിമ്മിങ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ചുമ്മാ വെള്ളത്തിൽ കിടന്നതേ ഉള്ളൂ. കിച്ചൂസിന് ഒരു ജാക്കറ്റൊക്കെ ഇടിയിച്ചു. എന്നിട്ട് കിച്ചൂസ് ഇത് നീന്താൻ തുടങ്ങിയിട്ടുണ്ട്. അവന് പേടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു.
പിന്നെ എല്ലാവരും തന്നെ സ്വിം ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മളധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല, എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ. പിന്നെ ഇവിടെ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആരാ സ്വിം ചെയ്തിട്ട് ഫസ്റ്റ് ആകുക, അങ്ങനെയൊക്കെ നമ്മൾ കുറേ നേരം എൻജോയ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ കിടന്ന് നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് കുറേ നേരം കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഏകദേശം ഇരുടാകുന്നതിന് മുമ്പ് നമ്മൾ മേളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി ഇരുടായി കഴിഞ്ഞാൽ കയറാനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നല്ലപോലെ എൻജോയ് ചെയ്ത ഒരു വീഡിയോ ആണ്, ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.